ഞാൻ ഓർക്കുന്നു, ഒരു കമ്പനിയിൽ മാനേജറുടെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഞങ്ങളുടെ സഭയിലുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, സാക് ബ്രദറെ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ മാനേജറുടെ ഓഫീസിലിരിക്കുകയാണ്. ഫോൺ അടിക്കുന്നു. പണ്ട് കറക്കി വിളിക്കുന്ന ആ ഫോണാണ്. എടുത്തിട്ട് താത്തു വെക്കുന്ന ഫോൺ. വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഫോൺ അടിക്കുമ്പം എൻ്റെ ബോസ് എന്നോട് പറയുകയാണ്, എന്നെ ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കാം. ഞാൻ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, നീ ഫോൺ എടുക്കുക, ബോസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഫോൺ തിരികെ വയ്ക്കുക, മറുപടി കൊടുക്കണ്ട. അവൻ പിന്നെയും വിളിക്കും. അവൻ ചിന്തിക്കും ഫോൺ കട്ടായതായിരിക്കും. അവൻ പിന്നെയും വിളിക്കും. ഇപ്പം നിൻ്റെ മാനേജരോട് പറയുക, സാർ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവൻ ഇനിയും വിളിക്കും. ഈ ഫോൺ എടുക്കാനായിട്ട് മറ്റാരോടെങ്കിലും പറയുക, നീ ഇവിടെ ഇല്ലെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കള്ളം പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ സാഹചര്യത്തിലും ഒരു പരിഹാരമുണ്ട്. അത് ദൈവം നിങ്ങളോട് പറയും. ഞാൻ ഓർക്കുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ ബോസിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവൻ പേടിച്ചു അവൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന്. ഇത് അവൻ പറഞ്ഞ മറ്റേതോ സാഹചര്യത്തിലാണ്, സാറേ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, നിശ്ചയമായിട്ടും എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടും. എന്നാൽ അങ്ങനല്ല സംഭവിച്ചത്. അവൻ്റെ ബോസ് പറഞ്ഞു, ഓ, ഇത്ര നീതിയുള്ള ഒരു മനുഷ്യൻ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. മറ്റാരെ വിശ്വസിക്കുന്നതിൽ കൂടുതൽ എനിക്കിവനെ വിശ്വസിക്കാൻ കഴിയും. അദ്ദേഹം അവനൊരു പ്രൊമോഷൻ കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന്? നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ. സത്യത്തിന് വേണ്ടി നിൽക്കാൻ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കൽ പോലും മടി കാണിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ക്ഷമ ചോദിക്കാൻ അവർ കുഞ്ഞായിരിക്കുമെന്ന് തന്നെ അവരെ പഠിപ്പിക്കുക. സത്യത്തിന് വേണ്ടി നിൽക്കാൻ. കർത്താവ് കരുണയുള്ളവനാണ്. എന്നാൽ അവൻ ഇതും പറഞ്ഞു, ഇന്നു മുതൽ നീ പാപം ചെയ്യരുത്. ശരി, നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് മടങ്ങിപ്പോകാം. അതിൻ്റെ 32-ാം അധ്യായത്തിലേക്ക്. ഈ സംഭവത്തിൻ്റെ അവസാനം നമുക്കവിടെ കാണാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? കർത്താവ്, ഞാൻ വഞ്ചകനാണ്, ചതിയനാണ്, ദുഷ്ടനാണ്. ഞാൻ ചതിയനാണ്, അതാണ് എൻ്റെ പേര്. കർത്താവ് എന്താ പറയുന്നതെന്ന് നോക്കിയേ. യാക്കോബേ, നീ ചതിയനും വഞ്ചനും പിടിച്ചുപറിക്കാനും ഒക്കെ ആയിരിക്കാം. ഉൽപ്പത്തി 32:28. ഇന്ന് ഞാൻ നിന്റെ പേര് മാറ്റാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ പുതിയ നിയമത്തിൽ അതിങ്ങനെ പറയുന്നത് പോലാണ്. നിങ്ങൾ പറയാണ്, ഇതാണ് എൻ്റെ പ്രകൃതി, ഞാനൊരു വഞ്ചകനാണ്, ചതിയനാണ്, ഭോഷ്ക് പറയുന്നവനാണോ? കർത്താവ് പറയും, ഞാൻ നിന്റെ പ്രകൃതിയെ ഇന്ന് മാറ്റും. നിന്റെ പേര് മാത്രമല്ല. എത്ര മനോഹരമായ കാര്യം! അതാണ് സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം. നീ കർത്താവിൻ്റെ അടുക്ക വന്ന് നീ വിശുദ്ധനാണെന്ന് ഭാവിച്ചാൽ നീ ഒരിക്കലും വിശുദ്ധനാവുകയില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുക്ക വന്ന്, കർത്താവ്, ഞാനൊരു വഞ്ചകനാണ്, ചതിയനാണ്, ഭോഷ്ക് പറയുന്നവനാണ്, എൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നവനാണ്. കർത്താവ് പറയും, ഞാൻ നിന്നെ മാറ്റാം. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ഞാൻ നിന്റെ പേര് മാറ്റും. നിന്റെ പേര് ഇന്നു മുതൽ ഇസ്രായേൽ എന്നായിരിക്കും. അതിനർത്ഥം ദൈവത്തിൻ്റെ പ്രഭു. EL എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ദൈവം. ഇസ്രായേൽ, ദൈവത്തിൻ്റെ പ്രഭു. അത് അത്ഭുതകരമല്ലേ? അവൻ ദൈവത്തോട് ഭോഷ്ക് പറഞ്ഞെങ്കിൽ അവൻ ഒരിക്കലും ഈ പേര് ലഭിക്കില്ലായിരുന്നു. കർത്താവെ, ഞാനാണ് മൂത്ത സഹോദരനാകേണ്ടത്. എന്നാൽ ഈ സഹോദരൻ എനിക്ക് മുമ്പേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. അല്ലല്ല, ഞാൻ പിടിച്ചു പറിക്കാനാണ്. ഞാൻ നിൻ്റെ പേര് മാറ്റും. ഇന്നും ആ രാജ്യത്തെ വിളിക്കുന്നത് എന്താ? ഇസ്രായേൽ. ഈ മനുഷ്യൻ്റെ പിൻഗാമികൾ. ഇന്നും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്, ദൈവത്തിൻ്റെ പ്രഭു. കാരണം ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കൂ. നീ ദൈവത്തോട് മല്ലു പിടിച്ചു, നീ ജയിച്ചുമിരിക്കുന്നു. ദൈവത്തോട് മല്ലു പിടിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കൂ. ദൈവത്തോട് മല്ലു പിടിച്ച് ജയിക്കുക. ആരാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത്? ദൈവം അവൻ്റെ തൊടയുടെ തടം ഉളുക്കി. അവൻ ബലഹീനനായി. ആരാ ജയിച്ച്? എല്ലാവർക്കും മനസ്സിലാകും ദൈവമാണെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ആ എളിമ ഞാൻ കാണുമ്പോൾ, ദൈവത്തിൻ്റെ ആ മനോഭാവം ഞാൻ കാണുമ്പോൾ, എൻ്റെ മകനെ, നീ സത്യസന്ധനാകുമ്പോൾ അപ്പം നീ യുദ്ധത്തിൽ ജയിക്കും. നിന്റെ പേര് മാറും.
നിങ്ങൾക്കറിയാമല്ലോ ഒരു പിതാവ്. ഈ പിതാവ് തൻ്റെ കൊച്ചുകുട്ടിയുമായിട്ട് മല്ല് പിടിക്കുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയും. എന്നാൽ ആ പിതാവ് അവനെ ജയിക്കാൻ സമ്മതിക്കും. എന്നിട്ട് ആ പിതാവ് നിലത്ത് വീണുകൊണ്ട് പറയും, മോനെ നീ ജയിച്ചു. എൻ്റെ പേരക്കുട്ടികളോട് ഞാനിങ്ങനെയാണ്, എപ്പോഴും അവരെ ജയിക്കാൻ അനുവദിക്കും, അതേത് കളിയാണെങ്കിലും. എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് അവരുടെ ഹൃദയത്തെ കീഴടക്കാൻ കഴിയും. അങ്ങനെ കർത്താവിലേക്ക് അവരെ നയിക്കാൻ കഴിയും. ഒരിക്കലും കുഞ്ഞുങ്ങളെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അവർ ജയിക്കട്ടെ. മറ്റ് വിശ്വാസികളോടൊപ്പം കളിക്കുമ്പോൾ അവർ ജയിക്കട്ടെ. കാരണം കർത്താവിന് വേണ്ടി അവരെ നേടാൻ കഴിയും. ഒരു കളി ജയിക്കൽ എൻ്റെ ലക്ഷ്യം അല്ല. ഒരാളെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തിലുള്ള ഏത് കളിയിലും എപ്പോഴും തോൽക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. നിത്യതയുടെ മൂല്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അനേക ആളുകൾ, ഞാൻ പറയട്ടെ, ഞാൻ ക്രിസ്ത്യാനികളുടെ കാര്യം പറയാണ്, CFCയിലുള്ള ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ, അവർ ഫുട്ബോൾ കളിക്കുമ്പം അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്ന കാണാം. മറ്റേത് കളിയും അവർക്ക് ഭയങ്കര മത്സരമാണ്. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളൊരു ഫുട്ബോളോ അതുപോലുള്ള കളിയിൽ ഏർപ്പെട്ട് നോക്കുക. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പുറത്തു വരുന്നതാണ്. അപ്പം നിങ്ങൾ ദൈവത്തോട് സമ്മതിക്കുക, കർത്താവേ, ഇതാണ് ഞാനൊരു പിടിച്ചു പറിക്കാനാണ്, ഒരു ചതിയൻ. കർത്താവെ, എന്നെ വ്യത്യാസപ്പെടുത്തണേ. ഈ ലോകത്തിലുള്ള ഒരു കളിയിലും എനിക്ക് ജയിക്കേണ്ട. നീ എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്ന അങ്ങയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനാണ്. അതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ മൈതാനത്തൊരു വാദപ്രതിവാദം നടക്കും. ഫൗൾ ചെയ്ത നീയാണോ അതോ മറ്റേ ആളാണോ? ശരി, ഞാനാണ് ഫൗൾ ചെയ്തത്, എന്നോട് ക്ഷമിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ക്രൂശിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? കുരിശിൽ നിന്ന് എന്താണ് നിങ്ങൾ പഠിച്ചത്? ഞാൻ പഠിച്ച കാര്യം ഇതാണ്: മറ്റുള്ളവർക്ക് വേണ്ടി കുറ്റമേറ്റെടുക്കുക. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? അതോ അവൻ നിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചതേ ഉള്ളോ? എന്നാൽ ഞാൻ ക്രൂശിൽ നിന്ന് പഠിച്ച പാഠം, എല്ലാവർക്കും വേണ്ടി അവൻ കുറ്റമേറ്റെടുത്തു. കൈ ഉയർത്തിക്കൊണ്ട് ഞാൻ ആ കുറ്റക്കാരെന്ന് പറയാം. അതൊരു കള്ളമായിരുന്നു. നമുക്ക് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തപ്പോൾ യേശു ഒരു കള്ളം പറയായിരുന്നു. നമുക്കങ്ങനെ തോന്നാം, കാരണം അവൻ പാപമൊന്നും ചെയ്തിരുന്നില്ല. എന്നാൽ പിതാവേ, അവൻ പിതാവേ എന്നല്ല വിളിച്ചത്, അവൻ ന്യായാധിപതിയാണ്. ദൈവമേ, നീ എന്നെ കൈവിട്ടു, ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്നു.